ഇടുക്കി സൂര്യനെല്ലിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തുടരുന്നു. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് നടപടി. പാപ്പാത്തിച്ചോലയിൽ കയ്യേറ് നിർമ്മിച്ച കുരിശ് പൊളിച്ചു നീക്കി. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മതികെട്ടാൻചോലയ്ക്ക് സമീപമുള്ള പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടന്നത്. തൃശൂർ ആസ്ഥാനമായ ആത്മീയ സ്ഥാപനം കയ്യേറി കുരിശ് സ്ഥാപിച്ച സ്ഥലമാണ് ഒഴിപ്പിച്ചത്. നേരത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് നടത്തിയ ശ്രമം വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. കുരിശ് ഉൾപ്പെടെയുള്ള മതബിംബങ്ങൾ മാറ്റി സ്വയം ഒഴിഞ്ഞു പോകണമെന്ന് കാണിച്ച് റവന്യൂ വകുപ്പ് കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവർ കയ്യേറ്റ ഭൂമിയിൽ നിന്നും ഒഴിയാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലായിരുന്നു ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചത്. കയ്യേറ്റ ഭൂമിയിലേക്കുള്ള പ്രവേശന കവാടത്ത് മാർഗതടസ്സം സൃഷ്ടിച്ച കാർ JCB ഉപയോഗിച്ച് മാറ്റിയ ശേഷമാണ് റവന്യൂ സംഘം നടപടികൾ ആരംഭിച്ചത്. കയ്യേറ്റക്കാർക്കെതിരെ നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. മൂന്നാറിൽ കഴിഞ്ഞ ദിവസം കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം കണക്കിലെടുത്ത് പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. കയ്യേറ്റം ഒഴിപ്പിക്കുന്ന സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. സുരക്ഷയ്ക്കായി ദേവികുളം CIയും മൂന്നാർ SIയുടെയും നേതൃത്വത്തിൽ 100-ൽ പരം പോലീസുകാരെയും സ്ഥലത്ത് വിന്യസിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. KPCC അധ്യക്ഷനെ തീരുമാനിക്കാൻ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ. ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ VM സുധീരൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇതിനിടെ KPCC അധ്യക്ഷനാകാനില്ല എന്ന കാര്യം ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ തന്റെ മുൻ നിലപാട് മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. KPCCയുടെ താൽക്കാലിക അധ്യക്ഷനെ മാറ്റി സ്ഥിരം അധ്യക്ഷനെ നിയമിക്കുന്നതിനെക്കുറിച്ച് തിരക്കിട്ട ചർച്ചകളാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത്. 5 വർഷത്തേക്ക് പാർട്ടി സ്ഥാനമാനങ്ങൾ സ്വീകരിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി രാഹുലിനെ അറിയിച്ചു. പുതിയ KPCC അധ്യക്ഷനെ സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രവർത്തന രംഗത്ത് നിന്ന് മാറുകയല്ല, ഒരു സ്ഥാനം എടുത്തോണത്തിന് ഞാനില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല എനിക്കായിരുന്നു. അതിലുണ്ടായ ഒരു ജനവിധി അത് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഞാനെടുത്ത തീരുമാനമാണ്. അതിന് ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. ബൂത്ത് തലം വരെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും മണ്ഡലതലം മുതൽ മുകളിലോട്ട് ഭാരവാഹികളെ നാമനിർദ്ദേശം ചെയ്യണമെന്നുള്ള ഗ്രൂപ്പിന്റെ ആവശ്യം രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ ഉമ്മൻചാണ്ടി സമ്മതിച്ചു. എന്നാൽ പുതിയ അധ്യക്ഷൻ ആരെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് ആശയക്കുഴപ്പം തുടരുന്നു. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ അധ്യക്ഷ സ്ഥാനത്തിനായി രംഗത്തുണ്ട്. ജില്ലാതലം മുതൽ നാമനിർദ്ദേശം വന്നാൽ സ്ഥാനങ്ങൾ ഗ്രൂപ്പുകൾക്ക് വീതം വയ്ക്കാനാകും. നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചേരിതിരിഞ്ഞുള്ള അടിക്കും തർക്കത്തിനും വഴിവെക്കുമെന്ന ആശങ്കയും നേതാക്കൾ ഹൈക്കമാൻഡ് വൃത്തങ്ങളോട് പങ്കുവയ്ക്കുന്നു. നാമനിർദ്ദേശത്തിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. അർഹതയുള്ളവർ മുൻനിരയിലെത്തണമെന്ന് VM സുധീരൻ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പരസ്യമായി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സുധീരൻ. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ തന്നെ അതിൻ്റെ അർഹതയുള്ള പ്രവർത്തകർ മുൻനിരയിൽ വരത്തക്ക രീതിയിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ തർക്കത്തിലേക്കോ പോകാതെ ഭംഗിയായി നടത്തുക, അങ്ങനെ നടത്താൻ സാധിക്കും. ഏതായാലും ഈ കാര്യത്തിലേക്കൊരു ചർച്ചയിലൂടെ ഒരു സമവായമുണ്ടാകുന്നതും നല്ലതാണ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി കണക്കിലെടുത്ത പരിഹാര നിർദ്ദേശവുമായി BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. 2019 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ NDA വിപുലീകരിക്കാനാണ് നിർദ്ദേശം. NDAയോട് സഹകരിക്കാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് കുമ്മനം പ്രതികരിച്ചു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വോട്ടിംഗ് മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് കേരള നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ചത്. BJP ദേശീയ സംഘടനാ സെക്രട്ടറി രാംലാലിന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, PK കൃഷ്ണദാസ് തുടങ്ങിയവരാണ് അമിത്ഷായ്ക്ക് വിശദീകരണം നൽകിയത്. നിലവിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ BJPയെ ശക്തിപ്പെടുത്തുന്നതിനുപരി കേരളത്തിൽ NDA വിപുലീകരിക്കാനാണ് അമിത്ഷാ നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം. മതസംഘടനകളുടെ ഉൾപ്പെടെ പിന്തുണ തേടണമെന്നും കൂടുതൽ രാഷ്ട്രീയ കക്ഷികളെ സഹകരിപ്പിച്ച് താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. സഹകരിപ്പിക്കാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുമ്മനം പ്രതികരിച്ചു. കഴിയുന്നത്ര രാഷ്ട്രീയ കക്ഷികളെയും പ്രമുഖ വ്യക്തിത്വങ്ങളെയും എല്ലാം സമ്പർക്കം ചെയ്തുകൊണ്ട് NDAയുടെ പ്രവർത്തനം വിപുലവും വ്യാപകവുമാക്കുവാനാണ് ദേശീയ അധ്യക്ഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം.
സംഘടനാ സംവിധാനം വിപുലീകരിക്കുന്നു എന്ന പേരിൽ സംസ്ഥാന നേതൃത്വത്തിലെ പൊളിച്ചെഴുത്തും ദേശീയ നേതൃത്വം പരിഗണിക്കുന്നു. ജൂലൈ 25, 26, 27 തീയതികളിൽ അമിത്ഷാ കേരളത്തിലെത്തും. ഇതിന്റെ ഭാഗമായി കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയിലേക്ക് സംസ്ഥാന ഭാരവാഹികളിൽ ആരെയെങ്കിലും കൊണ്ടുവരാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയമായി ഒത്തുപോകുന്ന കൂടുതൽ കക്ഷികളെ ഒപ്പം നിർത്തുക എന്ന് തുടങ്ങി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒരുപാടുണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനിയും അമിത്ഷായുടെ തന്ത്രങ്ങൾ വിലപ്പോവുമോ എന്നാണ് അറിയേണ്ടത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന നയങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ കാണുന്ന രീതിയിലാണ് സംസ്ഥാനങ്ങളെ കേന്ദ്രം കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏറ്റുമുട്ടലിന്റെ പാത കേന്ദ്രം ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര നിലപാടിനെ നിശിതമായി വിമർശിച്ചത്. സംസ്ഥാനത്തെ പഴയ സാമ്രാജ്യത്വം കോളനികളെ കണ്ട മാതിരിയിൽ കേന്ദ്രം കാണുന്ന ഒരു രീതി അടക്കം വന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ശക്തമായ കേന്ദ്രവും സമൃദ്ധമായ സംസ്ഥാനങ്ങളുമാണ് ആവശ്യം. സംസ്ഥാനങ്ങളെ ആകെ ദുർബലപ്പെടുത്തി ഞെരിച്ചമർത്തി കേന്ദ്രം ശക്തിപ്പെടുകയല്ല വേണ്ടത്. സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരുകളുടെ ഇംഗിതം നടപ്പിലാക്കാൻ ഗവർണർമാരെ ചട്ടുകമാക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഗോവയിലും മണിപ്പൂരിലും സമീപകാല സംഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കേന്ദ്ര സർക്കാർ പുലർത്തുന്ന നിലപാടിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ ഏജന്റന്മാരല്ല, സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ ദാസന്മാരല്ല. ശക്തമായ സംസ്ഥാനങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ ശക്തമായ ഒരു കേന്ദ്രത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പൊളിച്ചെഴുത്തുണ്ടാകണമെങ്കിൽ അത് വരുത്തുക എന്നുള്ളത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന അധികാരം വികേന്ദ്രീകരിച്ച് നൽകിയ മാതൃകയിൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്കും വികേന്ദ്രീകരിച്ച് നൽകണമെന്ന് മുൻ ധനകാര്യമന്ത്രി KM മാണി അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളിൽ അമിതാധികാരം നൽകുന്ന നിയമങ്ങളിൽ പുനർവിചിന്തനമുണ്ടാകണമെന്ന് ഹിന്ദു ദിനപത്രത്തിന്റെ മുൻ പത്രാധിപർ N റാം അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിന്റെ പല നയങ്ങളും കേരളത്തിന് ദോഷകരമായി ബാധിക്കുന്നതായും റേഷൻ പ്രതിസന്ധി ഇതിന് ഉദാഹരണമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, AKG പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ A വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ പ്രഭാത് പട്നായിക് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിശിഷ്ട വ്യക്തികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ചുവന്ന ബീക്കൺ ലൈറ്റുകൾ പാടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കി സംസ്ഥാനത്തെ മന്ത്രിമാരും. കേന്ദ്ര തീരുമാനം മെയ് 1 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, AK ബാലൻ, മാത്യു ടി തോമസ്, E ചന്ദ്രശേഖരൻ എന്നിവർ ഔദ്യോഗിക വാഹനങ്ങളിലെ ചുവന്ന ബീക്കൺ ലൈറ്റ് നീക്കം ചെയ്ത് മാതൃകയായത്. രാജ്യത്ത് VIP സംസ്കാരം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെയ് 1 മുതൽ രാജ്യത്തെ വാഹനങ്ങളിലെ ചുവപ്പ് ബീക്കൺ ലൈറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത്. തീരുമാനം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ തന്നെ സംസ്ഥാനത്തെ ചില മന്ത്രിമാർ അവരുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ നിന്ന് ചുവന്ന ബീക്കൺ ലൈറ്റ് നീക്കം ചെയ്ത് മാതൃകയായി. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത് തങ്ങളുടെ വാഹനങ്ങളിൽ നിന്ന് ചുവപ്പ് ബീക്കൺ ലൈറ്റ് മാറ്റിയതിനു ശേഷമായിരുന്നു. റോഡുകളിൽ ആർക്കും ഒരു പരിധിക്കപ്പുറം VIP പരിഗണന പാടില്ലെന്നാണ് ഗതാഗത മന്ത്രി എന്ന സമയത്ത് എൻ്റെ ഒരു നിലപാട്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രിമാരായ AK ബാലൻ, E ചന്ദ്രശേഖരൻ എന്നിവരും ചുവന്ന ലൈറ്റ് ഉപേക്ഷിച്ചു. തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയവർക്കും വാഹനങ്ങളിൽ നിന്ന് ചുവന്ന ബീക്കൺ ലൈറ്റ് നീക്കം ചെയ്യേണ്ടി വരും. ബീക്കൺ നിരോധനം ഏർപ്പെടുത്തി മോട്ടോർ വാഹന നിയമത്തിന്റെ ചട്ടം ഭേദഗതി ചെയ്യുന്ന വിജ്ഞാപനം കേന്ദ്രം ഉടൻ പുറപ്പെടുവിക്കും. അത്യാഹിത സേവനങ്ങൾക്കായുള്ള ആംബുലൻസ്, പോലീസ്, ഫയർഫോഴ്സ്, സൈന്യം എന്നിവയുടെ വാഹനങ്ങൾക്ക് നീല നിറത്തിലുള്ള ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കാം. ബീക്കൺ ലൈറ്റ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക നിർദ്ദേശമൊന്നും ഇതുവരേക്കും നൽകിയിട്ടില്ല. ഔദ്യോഗിക വാഹനങ്ങളിൽ നിന്ന് ചുവന്ന ബീക്കൺ ലൈറ്റ് നീക്കണമെന്ന നിർദ്ദേശം പാലിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്യാമറാമാൻ ചന്ദ്രുവിനൊപ്പം സുനിൽ അരിമാനൂർ. പനാമ ഗേറ്റ് കേസിൽ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെതിരെ അന്വേഷണം. പാക് സുപ്രീം കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കള്ളപ്പണം ഉപയോഗിച്ച് ഷെരീഫ് ലണ്ടനിൽ ഭൂമിയും ഫ്ളാറ്റും വാങ്ങിയെന്നാണ് ആരോപണം. ഇക്കാര്യങ്ങൾ വെളിച്ചത്തായത് പനാമ രേഖകൾ പുറത്തായതോടെയാണ്.
കേസ് അന്വേഷിക്കുന്ന സംയുക്ത സമിതിക്ക് മുമ്പാകെ നവാസ് ഷെരീഫിന്റെ 2 മക്കളും ഹാജരാകണമെന്ന് ഉത്തരവുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷെരീഫിനെ നീക്കാനാവശ്യമായ തെളിവുകൾ ഇപ്പോഴില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പാക് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ച കേസിൽ ശനിയാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ടിടിവി ദിനകരന് ദില്ലി ക്രൈംബ്രാഞ്ചിന്റെ സമൻസ്. ഇന്നലെ രാത്രി ചെന്നൈയിലെ ദിനകരന്റെ വീട്ടിലെത്തിയാണ് ദില്ലി പോലീസ് സമൻസ് കൈമാറിയത്. AIADMKയുടെ 2 ചിഹ്നം ശശികല വിഭാഗത്തിന് ലഭിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നതാണ് ദിനകരനെതിരായ കേസ്. ഇതിനിടെ പനീർസെൽവം, പളനിസ്വാമി വിഭാഗങ്ങൾ ഇന്നും ചർച്ചകൾ തുടരും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണം കാണാതായത് വിഗ്രഹത്തിൽ ചാർത്തുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ പതക്കം. തിരുവാഭരണം കാണാതായതായി ദേവസ്വം കമ്മീഷണർ സ്ഥിരീകരിച്ചു. പ്രത്യേകങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ഇനിമേൽ അമ്പലപ്പുഴ പോലുള്ള മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലൊന്നും ഇതേ രീതിയിലുള്ള ഒരു കവർച്ചാശ്രമം നടക്കാൻ പാടില്ല. ഈ ഭഗവാന്റെ സ്വത്തുക്കൾ സ്വർണം മാത്രമല്ല എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഭൂസ്വത്തുക്കൾ പോലും പലതും നമുക്ക് നഷ്ടമായിട്ട് നിൽക്കുന്ന സങ്കടകരമായൊരു സാഹചര്യമുണ്ട്. അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി ചില ആൾക്കാർ, വളരെ സന്മനസ്സുള്ള ചില ആൾക്കാർ അതിനുവേണ്ടി നിയമ പോരാട്ടം വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള സംഭവം വളരെ ദുഃഖകരമാണ്. ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം, നിയമ നടപടികൾ സ്വീകരിക്കുകയും ഇതിൽ കാരണക്കാരായവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നാണ് ഉപദേശസമിതി എന്ന നിലയിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഷാജഹാൻ ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ഷാജഹാൻ, എന്താണ് സംഭവം എന്നാണ്? ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവാഭരണത്തിൽ സൂക്ഷിച്ചിരുന്ന നവരത്നങ്ങൾ പതിച്ച പതക്കമാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഉത്സവ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും പുറത്തിറക്കുന്ന ആഭരണങ്ങൾ ഭഗവാന് ചാർത്തിയ ശേഷം തിരിച്ച് അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കലാണ് പതിവ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വിഷുദിനത്തിലാണ് മാലയും പതക്കങ്ങളും പുറത്തെടുത്തിരുന്നത്. ആഭരണങ്ങളുടെ ചുമതലക്കാരനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഷുവിന് ഭഗവാന് ആഭരണങ്ങളും മറ്റും ചാർത്തിയ ശേഷം മേൽശാന്തി ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ചടങ്ങിന് ശേഷം ഇവയെ തിരികെ നൽകിയിട്ടില്ലെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറയുന്നത്. പതക്കം കാണാത്തതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ഭക്തർ നേരിട്ട് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ ഉച്ചയോടെ ക്ഷേത്രത്തിലെത്തി ഇപ്പോൾ പരിശീലനം നടത്തി വരുന്നത്. ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത വരൾച്ചയാണ് വയനാടൻ കാടുകൾ ഇത്തവണ നേരിടുന്നത്. വന്യമൃഗങ്ങൾക്ക് ദാഹജലം കാട്ടിലെത്തിച്ചു കൊടുക്കേണ്ടി വന്നു വനം വകുപ്പിന്. വരൾച്ച തുടർന്നാൽ ഇത് വ്യാപകമാക്കുവാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. കാടിനുള്ളിലെ കുളങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് വെള്ളമെത്തിച്ചു കൊടുക്കേണ്ടി വന്നു ചരിത്രത്തിലാദ്യമായി വനംവകുപ്പിന്. കാട്ടിലെ നീരുറവകൾ വറ്റിയതോടെ ദാഹജലത്തിനായി അലയുന്ന വന്യമൃഗങ്ങൾക്ക് ഇത് ആശ്വാസമായി. കുറിച്യാട്, മുത്തങ്ങ റേഞ്ചുകളിലാണ് ആദ്യഘട്ടത്തിൽ വെള്ളമെത്തിച്ചത്. വന്യജീവി സങ്കേതത്തിൽ കൂടി ഒഴുകുന്ന നൂൽപ്പുഴയിൽ നിന്നുമാണ് ലോറികളിൽ വെള്ളമെത്തിച്ച് കുളങ്ങൾ നിറച്ചത്. ഇതിനിടെ ലഭിച്ച താൽക്കാലിക വേനൽ മഴ ചിലയിടങ്ങളിൽ ആശ്വാസമായിട്ടുണ്ട്. എങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇനിയും വരൾച്ചയെത്താനുള്ള സാധ്യതയാണ് വനംവകുപ്പ് കാണുന്നത്. കാരാപ്പുഴയിൽ നിന്നും വേണ്ടിവന്നാൽ വെള്ളമെടുക്കാൻ കളക്ടർ അനുമതിയും നൽകിയിട്ടുണ്ട്. നേരത്തെ 5000 ലിറ്ററിന്റെ 2 ടാങ്കുകളിൽ ജലം നിറച്ചാണ് വറ്റിയ കുളങ്ങളിലേക്ക് മൃഗങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചത്. കുടിനീരെത്തിയതോടെ ഇവിടങ്ങളിൽ മൃഗങ്ങൾ കൂട്ടമായി തമ്പടിച്ചിരുന്നു. വേനൽ കനത്താൽ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വയനാട്. ജീവിതം തുടങ്ങും മുൻപ് മാരകരോഗത്തിന്റെ പിടിയിലമർന്ന ദരിദ്ര കുടുംബാംഗമായ 6 വയസ്സുകാരി അതിജീവനത്തിനായി സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. കാസർഗോഡ് ദേലമ്പാടി സ്വദേശിനി ആദിത്യയാണ് അർബുദ രോഗവുമായി പോരാടുന്നത്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലുള്ള ഈ കുട്ടി ദൈനംദിന ചെലവുകൾക്ക് പോലും പണമില്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ്. 6 വയസ്സുകാരി ആദിത്യയ്ക്ക് ജീവിതം തുടങ്ങിയിട്ടേയുള്ളൂ. എന്നാൽ പിടിപെട്ടിരിക്കുന്നത് മാരകമായ അർബുദ രോഗം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ് ആദിത്യ. കൂലിപ്പണിയെടുത്ത് ജീവിതം തള്ളി നീക്കുന്ന കാസർഗോഡ് ദേലമ്പാടിയിലെ കരുണാകരൻ ജയശ്രീ ദമ്പതികളുടെ മൂത്ത മകളാണ് ഈ 1ാം ക്ലാസ് വിദ്യാർത്ഥിനി. ദേലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ 1 മാസം പോകാനുള്ള അവസരമേ ആദിത്യയ്ക്ക് ലഭിച്ചുള്ളൂ.
പനിയിൽ തുടങ്ങിയ രോഗത്തിന് ചികിത്സ തുടങ്ങിയപ്പോഴാണ് രക്താർബുദമാണെന്ന് തിരിച്ചറിഞ്ഞത്. 1 വർഷത്തെ ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ചികിത്സയ്ക്ക് സഹായം തേടുകയാണ് ആദിത്യ. ഇളയച്ചൻ അശോകൻ. അഡ്മിറ്റായിട്ട് 4 മാസമായി. അപ്പൊ ഇനിയൊരു 4 മാസം കൂടി അവിടെ നിൽക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ 1.5 കിലോമീറ്റർ ചുറ്റുവട്ടത്ത് മുറിയെടുത്ത് നിൽക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഏതെങ്കിലും ഒരു പനിയോ തലവേന ഉണ്ടെങ്കിൽ അന്നേരം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. അപ്പൊ ചെലവിനും ബാക്കി മരുന്നിന്റെ കാര്യങ്ങളൊക്കെ മരുന്നിന് പുറത്തോട്ട് ബില്ലൊക്കെ കിട്ടുന്നുണ്ട്. 50,000 രൂപയുടെ മരുന്ന് ഇപ്പൊ പുറത്തുനിന്ന് എടുത്തു കൊടുത്ത് ഇതെല്ലാം താങ്ങാൻ പറ്റുന്നില്ല. അച്ഛൻ കരുണാകരനും അമ്മ ജയശ്രീയും ഇപ്പോൾ തിരുവനന്തപുരത്ത് ആദിത്യക്കൊപ്പമാണ്. വാടക വീട്ടിലാണ് ഇവരുടെ താമസം. തൊഴിലെടുക്കാനാവാത്തതിനാൽ വരുമാന മാർഗങ്ങളൊന്നുമില്ല. നാട്ടുകാരുടെ സംഭാവനകൾ മാത്രമാണ് ഏക ആശ്രയം. സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ് ആദിത്യയുടെ കുടുംബം. കേരള ഗ്രാമീൺ ബാങ്കിന്റെ കാസർഗോഡ് പരപ്പ ശാഖയിലേക്ക് ധനസഹായം എത്തിക്കാം. SP അക്കൗണ്ട് നമ്പർ 40509101007709. IFS കോഡ് KLGB 0040509. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള പൂരം എക്സിബിഷനിൽ ഔഷധി പവലിയൻ തുറന്നു. ഔഷധി ചെയർമാൻ KR വിശ്വംഭരൻ IAS പവലിയന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഔഷധി, ഫെയർനെസ്, ഫേസ് പാക്ക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയ നിരയാണ് പൂര പ്രദർശന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. മെയ് 22 വരെയാണ് എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഔഷധി പവലിയന്റെ പ്രവർത്തനം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ ആർട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ലോകം ഒരു ഭാഷാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബാബ അലക്സാണ്ടറാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. മെഡിറ്റേഷൻ, സോഫ്റ്റ് സ്കിൽ, തൊഴിൽ ഇന്റർവ്യൂ തുടങ്ങിയ വിഷയങ്ങളിലൂടെയുള്ളതാണ് പരിശീലനം. ലളിതവും രസകരവുമായ പ്രവർത്തനങ്ങളിലൂടെ ഇംഗ്ലീഷ് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ബാബ അലക്സാണ്ടർ പറഞ്ഞു.